അങ്ങനെ മറ്റൊരു വിഷയം കൂടിയും വരവായി. നമ്മൾ ഏകദേശം 12 വർഷത്തോളമായി ഈ ഒരു വീഡിയോ കണ്ടിച്ചിരിക്കുന്നവരാണ്. എന്നാൽ ഈ അടുത്തിറങ്ങിയ വാഴ 2 ബിജുക്കുട്ടൻ ചേട്ടൻ ഈ രംഗം റീക്രിയേറ്റ് ചെയ്തപ്പോൾ അത് കണ്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞതാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ആ മകൻ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. ആ ഒരു ശബ്ദമാണ് ശരിക്കും സംവിധായകന് ആ ഒരു ചിത്രത്തിൽ സീൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായകമായത്. ഏകദേശം 5 വർഷം മുന്നേ ഷെറിൻസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ ആ ഒരു ലൊക്കേഷനും അതിനെപ്പറ്റിയും പറഞ്ഞ് കടന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാണാത്തവർക്കായി വേണ്ടി മാത്രമാണിത്. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു പടക്കം പൊട്ടിച്ചിട്ട് പുള്ളി അവിടെ പോയി ഉരുണ്ട് വീഴുന്ന സ്ഥലം കണ്ട. ഇത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല, വടുതല ഭാഗത്താണ്. പ്രൈവസി ഇഷ്യൂ ഉണ്ടാവും, അത് കാരണം കറക്റ്റ് ലൊക്കേഷൻ പറയാനുള്ള വടുതലയിലാണ്. കണ്ട, ഇതാണ് ആ സ്ഥലം കേട്ടോ. പിന്നെ വേറൊരാളുടെ വീടുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഡയറക്ടറും ആക്ടറും ആയിട്ടുള്ള നമ്മുടെ പോരുന്ന സമയത്ത് പറഞ്ഞാൽ ചേട്ടാ എന്നോട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോക്കട്ടെ ഞാൻ നേരത്തെ ഷൂട്ടിങ്. അപ്പോൾ എന്നോട് ചേട്ടാ പോലെ ഒരു സാധനം ഒരു പടക്കം പൊട്ടി നമ്മൾ കൊണ്ട് കണ്ടിട്ടില്ല വീഡിയോയിൽ കഴിഞ്ഞ എല്ലാ വർഷം പറഞ്ഞാൽ പടക്കം പൊട്ടിച്ചിട്ട് ഓടിപ്പോട്ട് വീണ് അതൊന്നും എടുത്ത് വെക്കാൻ പറയാം. നമ്മൾ എന്തിനാണെന്ന് വെക്കേണ്ടതില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവില്ല. അതങ്ങനെ സ്ക്രിപ്റ്റൊന്നുമില്ല, റോഡാണ് അതേപോലെ തന്നെ റോഡ്. അപ്പോൾ ഒന്നും ഇടാൻ പറ്റില്ല, സേഫ്റ്റി സൈഡ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, അത് കാണുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ വീഴുമ്പോൾ നോക്കിയോ, ഞാൻ വേണോ കുഴപ്പമില്ലെന്ന് പറയും, നമ്മൾ റെഡിയാണല്ലോ. പക്ഷേ അത് ഒറ്റ ഷോട്ടാണ് വീണെടുത്താണ്. പിന്നെ ഈ പടക്കം നനഞ്ഞിരിക്കുന്നു, ഇത്തിരി മഴയുണ്ടായിരുന്നു. ഈ പടക്കം പൊട്ട് ഈ സാധനം ആദ്യം കൊണ്ടുവന്ന തൊട്ട ഷിപ്പൊട്ട് അങ്ങനെ പൊട്ടിങ്ങനെ നല്ല രസമുണ്ടാവും. ആ ഒരു ഇമ്പാക്ട് കിട്ടുന്ന ഓടാനൊക്കെ രസമുണ്ട്. എനിക്ക് ഇത് ഇങ്ങനെ പിടിച്ചിങ്ങനെ വെക്കണം, ഇത്തിരി നനവൊക്കെ പിന്നെ മധുരമ വെക്കുമ്പോൾ കുറച്ച് നനവുണ്ട്. പക്ഷേ അത് പൊട്ടി, പക്ഷേ കുറേ ലാഗുണ്ടായിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ചേട്ടാ ഒരു കാര്യം അത് ഓക്കെ ആയിട്ടുണ്ട്, നമുക്ക് ഇതിന് ശേഷം നമുക്ക് മക്കളോട് നിന്ന് കൈയടിക്കാൻ കളിയാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്ന് ചേട്ടാ മോൻ മാത്രം ഓടി ഒന്ന് സങ്കടപ്പെട്ട് പറയുന്ന ഒരു കാര്യം. അന്നേരത്താണ് ചേട്ടാ ഈ മോൻ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് അറിയുന്നതും മോൻ്റെ മനസ്സിലും തട്ടി വീണാൽ പോലും അച്ഛൻ തട്ടി വീണാൽ പോലും ഇത്രയ്ക്ക് ഭീകരമായ ഒരു വിഷം ഉണ്ടെന്ന് ചേട്ടൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ സിനിമ അന്ന് എടുത്തപ്പോഴും ചേട്ടാ കുഴപ്പമില്ല, നന്നായിട്ട് ഈ മോണിറ്ററിൽ ചെന്ന് നോക്കുന്ന പരിപാടി എനിക്ക് ഇതിനകത്തില്ലായിരുന്നു. കാരണം ഇത് അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ അത്രയും എടുക്കുക എന്നുള്ളത് നമ്മുടെ ഇത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ വീഡിയോയും മിക്സ് ചെയ്ത് അതെനിക്ക് തോന്നുന്നത് ഞാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചിരിക്കില്ല എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത്. അയ്യോ അത് നമ്മൾ അഭിനയിച്ചാണെങ്കിലും ഇത്രയും ഒരു ഞാനും ഈ സിനിമ കാണിക്കുമ്പോൾ പുള്ളിയൊരു കോമഡി ആയിട്ടാണ് ചിത്രീകരിച്ചാണ്. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ചേട്ടൻ എന്ത് പറ്റിയിട്ടുണ്ടാവും. പിന്നെ 2 ദിവസത്തേക്ക് ഈ ചേട്ടനെ മാത്രം വിളിച്ചോണ്ട് ആ ചേട്ടനെ ഇവിടെ ഉള്ളതെന്ന് അറിയാമോ ചേട്ടാ എന്നെ വിളിച്ചോണ്ട് നമ്മുടെ മോനെ എനിക്ക് അറിയാൻ പറ്റില്ല ആ ചേട്ടൻ എന്ത് സംഭവിച്ചത് ശരിയാണല്ലേ, പുള്ളിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്തായാലും പുള്ളിനൊന്ന് തേടി പിടിക്കാൻ വേണ്ടി പോകണം. ഏത് സ്ഥലം ഞാൻ ഇപ്പോൾ ഒന്നും അറിയാൻ പാടില്ല, നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഈ പടക്കം പൊട്ടിനെ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടപ്പോഴായിരിക്കും. അത് കുഴപ്പമില്ല, ഞങ്ങൾ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് അവരെന്തോ ചെയ്യാൻ പറ്റും 3-4 പിള്ളേർ എന്തായാലും തോന്നുന്ന വിഷുവിന് അവർ ആ ചേട്ടൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരും.